നമ്മുടെ കരിമ്പൻകാല വർത്തമാന കാലഘട്ടത്തിലെ ഒരു അഭ്രപാളിയിൽ തിളങ്ങുന്ന ശുഭ്ര നക്ഷത്രമാണ്. അതുപോലൊരു മുതലിനെ ആർക്ക് കിട്ടുന്നോ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അങ്ങനെ വളരെ അത്യാപൂർവമായി മാത്രമേ ഈ മനുഷ്യ ജീവിതങ്ങളിലും ജന്മങ്ങളിലും അങ്ങനെ ചിലരെ കിട്ടുകയുള്ളൂ. ഈ രഹസ്യമായി ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. എന്നാൽ പരസ്യമായി നമ്മളെ ജന്മം നൽകിയവരെ ഓർക്കാതെ, ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഓർക്കാതെ, ചുറ്റുപാടുകൾ ഓർക്കാതെ, നമ്മുടെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒന്നും ഓർക്കാതെ ഇതുപോലെ പറയാൻ അപൂർവമായി മനുഷ്യരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന പൂഞ്ഞാറിലെ PC ജോർജ് സാറിനെ പോലെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് നമ്മുടെ കരിമ്പൻകാല. കരിമ്പൻകാല എന്താ പറയുക, എന്ത് സംഗതി പറഞ്ഞാലും കരിമ്പൻകാലയ്ക്ക് അതിനകത്ത് ഈ പറയുന്ന ജാതി തിരിച്ചുള്ള ഒരു കണക്ക് പറയാറുണ്ട്. അത് കരിമ്പൻകാലയുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ്. ഏതായാലും ആ കരിമ്പൻകാല പറഞ്ഞ സംഗതിയെക്കുറിച്ച് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേജിൽ വളരെ വിശദമായി പറയുകയുണ്ടായി. എങ്കിലും ആ ശബ്ദമൊന്ന് കേൾപ്പിക്കാം, പിന്നെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സത്യസന്ധമായി പറയൂ, ദിവസവും പത്രം തുറന്നാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു നർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതൊന്നുകിൽ മേരിയായിരിക്കും, അല്ലെ അന്നമ്മയായിരിക്കും, അല്ലെ നമ്പ്യാരുകുട്ടിയായിരിക്കും, അല്ലെ നായരുകുട്ടിയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതാണ് കരിമ്പൻകാലയുടെ ആരോപണം. കരിമ്പൻകാലയുടെ ആരോപണത്തിന് ഈ അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ FB പേജിൽ അതിന് കുറച്ച് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ഒരു സംഗതി പറയുകയാണ്. ഞാൻ ഇന്ന് വരെ ഒരൊറ്റ വീഡിയോയിലോ ഒരൊറ്റ അപ്രോച്ചിലോ എന്തിനെങ്കിലും റിയാക്ട് ചെയ്യുകയോ റെസ്പോണ്ട് ചെയ്ത് ഇതുപോലുള്ള വിദ്വേഷത്തിന് മറുപടി പറയുന്നതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഫണ്ടമെൻ്റൽ അതിൻ്റെ ഫിലോസഫിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ അങ്ങനെയോ ഞാൻ പറയാറേ ഇല്ല. അത് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് പറയിപ്പിച്ചു പോരുന്നതാണ്. ഇതിപ്പോൾ പറഞ്ഞത് കരിമ്പൻകാലയാണ്. കരിമ്പൻകാലയ്ക്ക് ഇനി എല്ലാ ദിവസവും ഇതൊരു വേദവാക്യമായി ഞാൻ എടുത്ത് കമ്പോള മൊത്ത വില നിലവാര ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് പണ്ട് പത്രങ്ങളിലും പിന്നെ അതുപോലെ തന്നെ വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു കോളം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ കൗമാരത്തിൽ, ബാല്യത്തിൽ. എന്ന് പറഞ്ഞാൽ അടയ്ക്കായ്ക്ക് ഇത്ര രൂപ, നാളികേരത്തിന് ഇത്ര രൂപ, തൊണ്ടോട് കൂടിയതിന് തൊണ്ടില്ലാത്തതിനെന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ അത് ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അന്ന് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടായിരുന്നു ജീവിതം. എന്ന് പറഞ്ഞതുപോലെ കമ്പോള മൊത്ത വില നിലവാര ബുള്ളറ്റിൻ പോലെ ഇനി ഓരോ ദിവസത്തെയും ഈ പറയുന്ന കണക്കുകൾ ഒന്ന് കരിമ്പൻകാലയ്ക്ക് നൽകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ സുഹരി ഉസ്താദ് പറഞ്ഞത് കൂടാതെ ഈ പറയുന്നത് പോലെ ഇന്ന് ലഭിച്ചിട്ടുള്ള ചില സംഗതികൾ വെച്ച് പിന്നെ കരിമ്പൻകാലയുടെ കണക്ക് ചിലതങ്ങോട്ട് പുറത്തു വിട്ടു തരാം. ഒന്ന്, അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളി വർക്കലയിൽ അമേരിക്ക തേടുന്ന വലിയ കൊടും കുറ്റവാളിയായ ക്രിപ്റ്റോ കറൻസിയുടെ കിൻപിങ്ങുമായ അലക്സി ബുഷ്കോവ്, അങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് തോന്നുന്നു. ഏതായാലും അതാണ് ഒരാൾ. അയാളുടെ കൂടെ പിന്നെ നമ്പ്യാരും ഇല്ലായിരുന്നു, നായരുകുട്ടി ഇല്ലായിരുന്നു, അന്നമ്മയും ഇല്ലായിരുന്നു, ലീനയും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. അയാൾ വർക്കലയിൽ നിന്നാണ് പിടിച്ചത്. അയാളെ പിടിച്ചത് പിന്നെ മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും ഒന്നുമല്ല, വർക്കലയിൽ നിന്നാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തത്. ഇനി കരിമ്പൻകാലയ്ക്ക് സന്തോഷിക്കാൻ മദ്യപിച്ച് ലക്ക് കെട്ട് ഹണി ട്രാപ്പ് പ്രതികൾ മൈമൂനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലും വീഡിയോയിലും ഒക്കെ പുറത്തു വന്നു. മൈമൂനയുടെ കൂടെയുള്ള കൂട്ടുപ്രതിയുടെ പേര് ജിതിൻ എന്നാണ്. അവർ രണ്ടുപേരോടാണ് ഏതോ ഒരു പാവം ശാന്തിക്കാരനെയോ ജ്യോതിഷനെയോ വിളിച്ച് അയാളുടെ വസ്ത്രമൊക്കെ അഴിച്ച് കൂടിയിരുത്തി പടമെടുത്ത് സംഗതി ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കരിമ്പൻകാല പറയുന്ന പോലെ പിന്നെ ഏതെങ്കിലും ഒരു തീവ്രവാദിയുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ കാണും എന്നുള്ളതാണെങ്കിൽ ഇവിടെ ആരാണ് കരിമ്പൻകാലയുടെ അഭിപ്രായപ്രകാരം ഈ തീവ്രവാദി ആരാണ്, അതുപോലെ തന്നെ ഇര ആരാണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത്, പെരുമ്പാവൂരിൽ അച്ഛനെ മകൻ ചവിട്ടിക്കൊന്നു. ജോണിയാണ് കൊല്ലപ്പെട്ടത്, അച്ഛൻ്റെ പേര്. കൊന്നത് മെൽജോ എന്ന് പറയുന്ന ആളുമാണ്. ഈ മെൽജോ മദ്യലഹരിയിലാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും മദ്യം വിൽക്കുന്ന കടകളൊന്നും ഏതെങ്കിലും കരിമ്പൻകാല പറയുന്ന പോലെ തീവ്രവാദികളായ കരിമ്പൻകാലയുടെ മനസ്സിലുള്ള തീവ്രവാദികളൊന്നും നടത്തുന്നതല്ലെന്നറിയാമല്ലോ. അപ്പം ഇത് വേറെ ആരുടെയും പിന്തുണയില്ല, ഇതിൻ്റെ കൂടെ വേറെ ആരും പെണ്ണുങ്ങളില്ല, ഇതിൻ്റെ കൂടെ വേറെ ആരും കൂട്ടുപ്രതികളില്ല. അച്ഛനെ പെരുമ്പാവൂരിൽ ചവിട്ടിക്കൊന്നു. ജോണി എന്ന ഹതഭാഗ്യനായ പാവം മനുഷ്യനെയാണ് മെൽജോ എന്ന് പറയുന്ന ഒരാൾ ചവിട്ടിക്കൊന്നത്.
ഇനി അടുത്തത് കുണ്ടായിത്തോട് സ്വദേശി ഗിരീഷാണ് മരിച്ചത്. അതും മകൻ അച്ഛനെ ചവിട്ടിക്കൊന്നതാണ്. സനൽ എന്ന് പറയുന്ന മകനാണ് ചവിട്ടിക്കൊന്നത്. ഈ പറയുന്നത് പോലെ അതും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. മദ്യലഹരിയും മദ്യക്കച്ചവടവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോയായും അസീസും അന്തർമാനും ഒന്നും ചെയ്യുന്നതല്ലെന്ന് കരിമ്പുംകാലയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന് വരെയുള്ള ഈ പറയുന്ന കമ്പോള മൊത്ത വിലനിലവാര ബുള്ളറ്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ തിന്മകളിലും തോന്നിയാസങ്ങളിലും പ്രത്യേകിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും തിരിച്ച് കണക്കെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ കരിമ്പുംകാലയെ പോലെയുള്ള അപൂർവ ജന്മങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റമേതാണ്, മാറ്റമേതാണ്, സുഗന്ധമേതാണെന്ന് തിരിച്ചറിയാതെ എല്ലാം ഭോജ്യവസ്തുവാണ് എന്ന് കരുതി ജീവിക്കുന്ന അവർക്കൊക്കെ അത് ചേരൂ. പൊതുസമൂഹത്തിന് അത് ചേരില്ല. ഇവിടെ നിൽക്കേണ്ടത് തിന്മകൾക്കെതിരെ പോരാടാനും സാമൂഹ്യ വിപത്തിനെ നേരിടാനും വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് ഉറച്ച നിലപാട്.